2 കൊല്ലമായി. അന്നേരം ഇപ്പോഴാണ് താങ്ക് പറഞ്ഞത്. 2 കൊല്ലമായി. അതൊന്നും ഇപ്പോഴെങ്കിലും പറയണ്ടേ? ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. താങ്ക് യു വെൽക്കം പറഞ്ഞേരെ. എന്തിനിങ്ങനെ താങ്ക് യു പറഞ്ഞത്? അതൊക്കെ ഞാൻ അതൊക്കെ അങ്ങനെ പോകും, ഇങ്ങനെ അങ്ങോട്ട് ഒഴിയാൻ പോകും. ഇതുവരെയുള്ള എന്റെ ലൈഫ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നു? ഹായ്, ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് അടുക്കളക്കൊക്കെ ഒന്ന് അവധി കൊടുത്തുകൊണ്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്ത് സംസാരിക്കാൻ ഓർത്ത് വന്നതാണ് കേട്ടോ. നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഇതിലെ ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ പൂച്ചക്കുഞ്ഞുങ്ങളെ അങ്ങനെ കൂട്ടിലിടരുതെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. അവിടെ കുറച്ച് കമൻസിന് നമുക്ക് റിയാക്ട് ചെയ്യാന്നോർത്തൊക്കെയാണ് നമ്മൾ വന്നത്. അപ്പോൾ പൂച്ചക്കുഞ്ഞുങ്ങളെ കൂട്ടിലിടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ എപ്പോഴും കൂട്ടിലിടാറില്ല കേട്ടോ. ഇപ്പം പ്രാണി കുഞ്ഞുങ്ങളൊക്കെ ഇതിലുണ്ട്. ഞാനൊരു ഡാൻസ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുഞ്ഞുങ്ങളൊക്കെ പുറകിലൂടെയൊക്കെ ഓടിക്കളിക്കുന്നതൊക്കെ. പിന്നെ ഇവരെ കൂട്ടിലിടുന്നതെന്ന് വെച്ചാൽ ഇവർ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കും. വണ്ടിയുടെ അടിയിൽ കൂടെ പോയിട്ട് ഉള്ളിൽ കയറിയിരിക്കും. ബാറ്ററിയുടെ മുകളിൽ ചെറിയ ചൂടുണ്ട്. ഇപ്പം നമ്മള് വണ്ടി എടുക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് പതുങ്ങിയിരിക്കും. അപ്പോൾ വണ്ടി നമ്മൾ നോക്കില്ലല്ലോ, വണ്ടി എടുത്ത് നമ്മൾ പോവുകയും ചെയ്യും. പക്ഷെ നമ്മൾ വണ്ടി എടുത്ത് എവിടെയും കൊണ്ട് ഇടുന്ന സ്ഥലത്ത് കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോവും. അങ്ങനെ ഇവിടെ 1-2 കുഞ്ഞുങ്ങൾ ഇത് മിസ്സായിട്ടുണ്ട്. അപ്പം ഞങ്ങളോർത്ത് വല്ലതും പോയതായിരിക്കും, അല്ല വല്ല പിടിച്ചായിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്ന സംഭവം. ഈ വണ്ടിക്കകത്ത് കയറി നേരത്തെ വന്ന് കയറിയിരിക്കും. അപ്പോൾ ചെറിയ ചൂടുണ്ടല്ലോ തന്നെ, ആ ചൂടത്ത് അവിടെ ഇട്ടോളൂ. അങ്ങോട്ടും കൂടെ ചാടുമൊന്നുമില്ല. വണ്ടി എവിടെയെങ്കിലും നിർത്തി കഴിയുമ്പോൾ സമയത്ത് വൈകി അങ്ങ് ഇറങ്ങിയാൽ പോകും. അത് തന്നെ അങ്ങനെ. അതുകൊണ്ടാണ് കൂട്ടി പിടിച്ച് പിന്നെ നമ്മളെ വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ നമ്മൾ അഴിച്ചൊക്കെ വിടും കേട്ടോ. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അപ്പം തന്നെ പിടിച്ച് കൂട്ടിലേക്ക് ഇടും. പിന്നെ വെളിയിലൊക്കെ ആണെങ്കിൽ രാത്രിയിൽ നമ്മൾ കൂട്ടിൽ ചിലപ്പം ഇടാറുണ്ട്. കാരണം വേറെ പൂച്ചകൾ വന്ന് ഇവരെ കടിച്ചു കൊല്ലും. ഇപ്പം 3 കുഞ്ഞുങ്ങളെ അഡോപ്റ്റ് ചെയ്തു. ആരോ കൊണ്ട് കളഞ്ഞ 3 വെള്ള കുഞ്ഞുങ്ങളെ കിട്ടിയായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു. പൂച്ചയ്ക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടായിരുന്നു. നമ്മുടെ പ്രാണിക്ക് സ്വന്തമായിട്ടുള്ള കുഞ്ഞിനെ ഈ പറഞ്ഞോണം മിസ്സായി. എനിക്ക് തോന്നുന്നു മിക്കവാറും വണ്ടിയിൽ ഇതുപോലെ കയറിയിരുന്ന് എവിടെയെങ്കിലും പോയി വണ്ടി നിർത്തുമ്പോൾ ഇറങ്ങിപ്പോയതായിരിക്കാം. നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. പിന്നെ വെള്ളക്കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നതിൽ 1 ചത്തുപോയായിരുന്നു ആദ്യം. അതിനുശേഷം 2ാമത്തെ ഒരെണ്ണം ഇതുപോലെ ഇമ്മ്യൂണിറ്റി പവർ തീരെ 4 കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ പാലൊന്നും അങ്ങോട്ട് എത്തത്തില്ലാതെ വരും. പിന്നെ 5 കുഞ്ഞായില്ലേ. പൂച്ചകൾക്കൊക്കെ ഇതും കൂടെ വന്നപ്പോഴേ പൂച്ചകൾക്കൊക്കെ എന്ന് വെച്ചാൽ 2 കുഞ്ഞ് അല്ലെങ്കിൽ മാക്സിമം 3 കുഞ്ഞ്. അപ്പം പാലൊക്കെ എത്താതെ വന്നും പാല് നമ്മൾ വാങ്ങി കൊടുത്താൽ എല്ലാവരും കുടിക്കുകയോ ഇല്ലായിരുന്നു. അങ്ങനെ വന്നൊക്കെയാന്ന് തോന്നുന്നു. ഒരു കുഞ്ഞോടെ ചത്തുപോയി. ഇപ്പം പ്രാണിക്കുള്ളത് 2 പിള്ളേരാണ്. ഒരു വെള്ളക്കുഞ്ഞും പിന്നെ കഴിഞ്ഞ ദിവസം വന്ന കുഞ്ഞും. 2 കുഞ്ഞും പ്രാണി പ്രസവിച്ചതല്ലെങ്കിലും പ്രാണി എന്ത് കാര്യമായിട്ട് അവിടെ ഇരുന്ന് നക്കി തടച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ. പാലും കുടിപ്പിച്ച് ഇരുത്തിയേക്കും. അവർ 2 നല്ല ആക്റ്റീവാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഓർത്ത് ഇവരെ മുറ്റത്തോടൊക്കെ നടത്തുന്നതിലും വേറെ ഇവരൊന്ന് വളർന്നൊരു പരുവാവണവരെ അവർ വീട്ടിലേക്ക് ഓടി നടക്കട്ടെ. പൂച്ചക്കുഞ്ഞുങ്ങൾ കയറി നിർത്തോണ്ട് അങ്ങനെ വീട് അങ്ങനെ അഴുക്കാവുമൊന്നുമില്ല. അപ്പം പകലൊക്കെ അടിച്ച് മുറ്റത്തേക്ക് വിട്ടേക്കാം. ഇപ്പൊ ഇതിലൊക്കെ നടക്കട്ടെ. നമ്മൾ പോണ പുറകെ വന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ വന്നിരുന്ന് ഉറങ്ങണമാണ്. നല്ല രസമുണ്ടായിരുന്നു. ചേട്ടൻ്റെ വീഡിയോ ആണാക്കി കഴിഞ്ഞാൽ അപ്പൊ വാ വിളിച്ചോണ്ടിരിക്കുക. അതെന്തൊരു സ്വഭാവമാണ്. അങ്ങനെ ചെയ്യരുത്. കാണുന്നവരും കൂടെ ഉറങ്ങും. ആൻസേ, നീ എന്നെടുക്കോ? നീ എഴുതുന്നില്ലേ? പിന്നെന്ന് പറഞ്ഞാല്
അങ്ങനെ ഒരു കമന്റ് വന്നു. പിന്നെ നമ്മൾ ലോങ് വീഡിയോയുടെ ടൈം നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോയുടെ ടൈം പകല് 11:30 ആക്കി. കാരണം പലരും പറയുന്നുണ്ട് വീഡിയോ 7 മണി 7:30 8 മണി രാത്രിയിലൊക്കെ വരുമ്പം ഞങ്ങളുടെ നെറ്റൊക്കെ തീരും, ഡേറ്റ് തീർന്നിരിക്കുന്ന സമയം, അപ്പോൾ ലോങ് വീഡിയോ കാണാൻ പറ്റുന്നില്ല, അപ്പോൾ ക്ലാരിറ്റി ഇല്ലാതെയൊക്കെ സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ പറഞ്ഞപ്പം ഞാൻ പകലത്തേക്ക് മാറ്റി. കാരണം എൻ്റെ വീഡിയോ കാണുന്നത് കൂടുതൽ ഫീമെയിൽസാണ്, മെയിൽസ് അല്ല. അതിൽ കൂടുതലും ആയിട്ടും വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ കാണുന്നുണ്ട്, ജോലിക്ക് പോകുന്നവർ കാണുന്നുണ്ട്, എല്ലാ ടൈപ്പ് ആൾക്കാരും കാണുന്നുണ്ട്. പക്ഷേ വീട്ടിലിരിക്കുന്നവർ ഒത്തിരി പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്തു പകലത്തെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു ടൈമാണ്, ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടൊന്ന് റെസ്റ്റ് എടുക്കുന്ന ടൈമാണ് ഒരു 11:30 എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വീഡിയോ ഇടുവാണെങ്കിൽ കാണാൻ എളുപ്പമുണ്ട്. പിന്നെ അങ്ങ് ബാക്കിയുള്ളൊരു ടൈം പോലെ കണ്ടോളൂല്ലോ എന്ന് ഓർത്തു. പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോ കുറച്ച് ടൈമിലേക്ക്, ഷോർട്ട് വീഡിയോ കുറച്ചല്ലേ ഉള്ളൂ, 1 മിനിറ്റൊക്കെ ഉള്ളൂ. അപ്പം അതൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഷോർട്സിന് കുഴപ്പമില്ല. ലോങ് വീഡിയോയുടെ ടൈം നമ്മൾ ഈ പറഞ്ഞോണമെന്ന് ചെറുതാക്കി കൊടുത്തു. ചേട്ടന് വാവ് പൊളിച്ചോണ്ടിരിക്കണേ. ഇപ്പൊ എത്ര തവണ വാവ് പൊളിച്ചോ? ചേട്ടനാണ് ശരിയല്ല, ഞാൻ ചേട്ടനെ ഡിവോഴ്സ് ചെയ്യാൻ പോവാ. ഡിവോഴ്സ് എന്താ കുഴപ്പം? ഇന്നലെ ഏതാണ്ടൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് ഇതൊക്കെ എന്നെ എങ്ങനെ ഇരിക്കുന്നേ? ഇന്നലെ രാത്രി സമയം കിട്ടിയോ? ഇന്ന് സമയം കിട്ടിയോ? ചേട്ടന് തിരക്കായിപ്പോ. അതിന് പേരെ കടയും കൊടുത്ത് അവിടെ എങ്ങനെ ഇരുത്തിയാൽ മതിയായിരുന്നു. ഏത് നേരത്താണോ വീട്ടിൽ വന്ന് ഫാം തുടങ്ങാൻ തീരുമാനിച്ചേ? ഇപ്പൊ ചേട്ടന് സമയമേ ഇല്ല. കടയിൽ പോകുമ്പോ ചേട്ടന് സമയം ഇഷ്ടം പോലെ ആയിരുന്നു. ഇതിപ്പോ സമയം പെട്ടെന്ന് പോകുമെന്ന്. ഉച്ചക്ക് ചോറോടെ കൊണ്ടുവരുന്നത് പെട്ടെന്ന് സമയം പോകണം. എനിക്ക് സമയം പോണില്ല, ഞാൻ കോളേജിൽ പോയിരുന്നിട്ട്. അയ്യോ, എനിക്കിപ്പോ എന്താണെന്നറിയോ സംഗതി? 11:10 ആകുമ്പോഴത്തേനും പണി തീരും. പണി തീരുമ്പോൾ അത് തീർന്നു കഴിഞ്ഞാലും ഒരു 1/4 മണിക്കൂറുമ്പോഴത്തേനും വീണ്ടും കഞ്ഞിയും കുടിച്ച് കഴിയുമ്പോഴത്തേനും വീണ്ടും നമുക്ക് അടുത്ത പണി വരുന്നുണ്ട്. പുല്ല് വാരിയിട്ട് കൊടുക്കണ്ടേ, അത് കോഴിക്ക് തീറ്റ ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ നമുക്ക് സമയം പോയിക്കൊണ്ടിരിക്കും. പിന്നെ നോക്കുമ്പോൾ 3:30 ഒറ്റ നോട്ടാണ് സമയം നോക്കുമ്പോൾ. നീ എന്നാണ് കിടക്കണേ? നോട്ട് എഴുതടാ. അപ്പോൾ അങ്ങനെ സമയമില്ല. അതിൻ്റെ ഇടയ്ക്ക് 2 മഴ കൂടെ പെയ്ത തീർന്നോ? ഞങ്ങൾ ഈ ഡ്രസ്സിലിരിക്കുന്ന ചുരിദാറൊക്കെ ഇട്ടിരിക്കുന്നത് നമ്മൾ തറവാട്ടിൽ പോയി ചാച്ചൻ്റെ അടുത്ത് പോയിട്ട് വന്നതാണ് കേട്ടോ. അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് ഇട്ടിരിക്കുന്നതല്ല. വന്ന വഴി തന്നെ എന്നാൽ നമുക്കിരുന്ന് 2 വാക്കൊക്കെ സംസാരിക്കാം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്ട്. ഇന്ന് വീട്ടിൽ ഡ്രസ്സ് കാണും, അപ്പം എന്നാൽ പിന്നെ ഇതിട്ടുകൊണ്ട് പോയി, എന്നാൽ പിന്നെ നീ പൂരണ്ട, ഇങ്ങനെയൊക്കെ കാണാം എന്നൊക്കെ അങ്ങനെ ഇരുന്ന് എടുക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടത്. എനിക്ക് ഈ ഒരു ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ടീഷർട്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല രസമില്ല. ഒരു പിസ്താ ഗ്രീൻ അല്ല, വേറൊരു കളർ, ഒരു ബ്ലൂ വാഷോ ഗ്രീനോ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇതിങ്ങനെ വീട്ടിലിട്ട് കളയല്ലേ, എല്ലായിടത്തും കൊണ്ടുപോകാനായിട്ട് എടുക്കാം. വേറെ ഇട്ടുകൊണ്ട് പോകും ലോക്കലൊക്കെ പോകുമ്പോ. നല്ല രസമായത്. ചേട്ടനോട് ഒരു താങ്ക്സ് പറയാനുണ്ടായിരുന്നു. താങ്ക് യു, എനിക്കൊരു നല്ല ലൈഫ് തന്നതിന്. ഇതുവരെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ലായിരുന്നു. താങ്ക് യു. 2 കൊല്ലമായി. ഇപ്പോഴാ താങ്ക് യു പറഞ്ഞത്. 2 കൊല്ലമായി. അതൊന്നും ഇപ്പോഴെങ്കിലും പറയണ്ടേ? ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. താങ്ക് യു.
വെൽക്കം പറഞ്ഞേരെ. എന്തിനിങ്ങനെ താങ്ക് യു പറഞ്ഞാൽ അതൊക്കെ ഇരുന്നോ ഞാൻ അതൊക്കെ അങ്ങനെ പോകും ഇങ്ങനെ അങ്ങോട്ട് ഒഴിയാൻ പോകും. ഇതുവരെയുള്ള എന്റെ ലൈഫ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. പിന്നെ എങ്ങനെയായിരുന്നു? പിന്നെ അറിയാൻ പാടില്ല എന്നെ അപ്പുറം കിടന്ന് അനുഭവിച്ചതൊക്കെ. ഞാനങ്ങനെ പറയണ അപ്പുറം ചേട്ടൻ അറിഞ്ഞില്ല അമ്പലത്തിൽ ഒരു കള്ളുകൂടിയനൊക്കെ വന്ന് വീട്ടിൽ കയറിയതൊക്കെ. അവിടെ ആരാണെങ്കിലും അറിഞ്ഞില്ലേ? അത് അമ്പലത്തില് ഒന്ന് ഉത്സവം കഴിഞ്ഞ് 4 ദിവസം 5 ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനറിഞ്ഞത്. അന്നേരം അവിടെ ഒരു ആൾക്കാർ വാടകയ്ക്ക് താമസിക്കേണ്ടത് പോലും അറിയുന്നത് അന്നേരം. ഞാൻ ആ വഴിക്ക് അങ്ങനെ കൂടുതൽ വരവില്ലല്ലോ. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നില്ല. അന്നേരം അറിഞ്ഞത്. പക്ഷെ അന്ന് ഈ നമുക്കറിയില്ലല്ലോ, പരിചയമില്ലല്ലോ. അപ്പം അതുകൊണ്ട് പിന്നെ കക്കത്തെ കവിയെ അപ്പം ഡാഡി ബാ നിന്റെ അമ്മേനെ തപ്പി വന്നതാണോ ഡി? പിന്നെ ഇതാണ് ലാസ്റ്റ് വന്ന ചെറുക്കൻ കൊച്ചിട്ടോ. ഇതാണ് ലാസ്റ്റ് വന്ന ചെറുക്കൻ കൊച്ച്. പൂച്ചറിയോളൂ. അതിന്റെ മറ്റേ കുഞ്ഞെന്ത് വെള്ള കുഞ്ഞ് സ്വന്തം കുഞ്ഞൊന്നും അതിനെ തപ്പി വന്ന നമ്മുടെ അടുത്തേക്ക് പാല് കുടിക്കുന്നു. അവിടെ ചേർന്നിരുന്നു. ഇതിനെ കണ്ട പക്ഷെ പ്രാണിയുടെ കുഞ്ഞാന്ന് ഓർക്കും. എന്തോരം കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽക്കൂടെ കടന്നുപോയി. ഞാനത് ഓർക്കണം. എന്തോരം കാര്യങ്ങൾ കടന്നുപോയി. സത്യത്തിൽ എനിക്ക് ആരുമില്ലായിരുന്നു. അതെ, സത്യമായിട്ടും എനിക്ക് ആരുമില്ലായിരുന്നു. ഞാൻ ഇപ്പം ചിന്തിക്കുക, എനിക്ക് ആരുമില്ലായിരുന്നു. ഇപ്പോഴാണല്ലോ എനിക്ക് ആരാ ഉള്ളത് സത്യത്തിൽ ഇല്ലേ? എന്നെ എനിക്കിട്ടിങ്ങനെ നോക്കണേ. എനിക്ക് സത്യത്തിൽ എനിക്ക് ആരുമില്ലായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ ഇവിടം വരെ എത്തി. ഞാൻ ചിന്തിക്കുക എന്നാ എന്റെ കാര്യങ്ങളെല്ലാം ഇവർക്കറിയാം. ഇവർക്കറിയാം എന്റെ കാര്യങ്ങളെല്ലാം. എന്നെ നന്നായിട്ട് ഇവർക്കറിയാം. കാരണം എത്രയോ വർഷങ്ങൾ ചേട്ടൻ എന്നെ അറിയുന്നതിന് മുമ്പേ തന്നെ എന്നെ അറിയുന്നവരാണ് ഇവരൊക്കെ. എന്നെ അറിഞ്ഞു തുടങ്ങിയത് സത്യത്തിൽ ടിക്ടോക്കൊക്കെ വന്നത് മുതലാണ് വീഡിയോയിലൂടെ എന്നെ കണ്ടു തുടങ്ങിയത്. അല്ലാതെ എനിക്ക് 2015 ഒരു ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു. ടിക്ടോക്ക് 17-18 ആയിരിക്കും. 17 ആയിരിക്കും തോന്നുന്നു. ഞാൻ മറന്നുപോയി. മ്യൂസിക്കലി എന്ന് പറഞ്ഞായിരുന്നു ആദ്യമായിട്ട്. എന്നിട്ട് അത് ടിക്ടോക്കിൽ നിന്ന് പേര് മാറ്റി. അധികം നാളാവുന്നതിന് മുമ്പ് അത് ബാൻ ചെയ്ത് പോവുകയും ചെയ്തു. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ ചൈനയുടെ ആപ്പാന്ന് പറഞ്ഞു ഇന്ത്യക്കാരനത് ബാൻ ചെയ്തു. ഇന്ത്യയിൽ നിന്ന് ഇപ്പം ആപ്പേ പോയി. ചേട്ടൻ എന്നെ ചേട്ടാ ഈ കോട്ട് വരുന്നു. ചുമ്മാ ഇരിക്കുമ്പോ ഒക്കെ കോട്ട് വരുന്നു. ഇനി ചേട്ടൻ ചുമ്മാ ഇരിക്കാതിരിക്കുമ്പോ കോട്ടുമായിട്ടില്ലെങ്കിൽ ഞാൻ ബാക്കി പറയാം. കോട്ടുമായി ഇടാതിരുന്ന കേട്ടോ. ഈ ചേട്ടൻ ഭയങ്കര പ്രശ്നക്കാരനാണ്. ചേട്ടനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എന്നാളൊരു കമന്റ് വന്നേക്കുവാണ്. ചേട്ടന്റെ ആരാധികയാന്ന് ഞാൻ പറഞ്ഞേ. അപ്പൊ ചേട്ടൻ ഹായ് തരണമെന്നും പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ ആണെന്ന് സുമ ചേട്ടനൊരു ഹായ് തരണമെന്നും പറഞ്ഞിട്ട് കമന്റ് ഇട്ട്. അപ്പോൾ ചേട്ടൻ്റെ ആരാധികയാന്ന് ഞാൻ പറഞ്ഞപ്പം എനിക്ക് വന്നൊരു കമന്റ് ആട്ടോ. ആരാധികയോട് എനിക്ക് അസൂയ കുശുമ്പാന്ന്. ഞാനെന്തിനു കുശുമ്പ? ഞാൻ ഇടുന്ന വീഡിയോ കാണുന്നവരോട് എനിക്ക് കുശുമ്പെടുക്കണമെന്ന്. ചേട്ടന് ഇഷ്ടപ്പെടുവോ, ആരിസിന് ഇഷ്ടപ്പെടുവോ, പൂച്ചേനെ ഇഷ്ടപ്പെടുവോ, പട്ടിക്കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുവോ ചെയ്താലും നമ്മുടെ വീഡിയോയ്ക്ക് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാ അവര്. അത് അവരൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരോട് ഇങ്ങനെ അസൂയ, അവരോട് ഇഷ്ടമല്ല വേണ്ടേ. അവർ നല്ല കമൻസ് ഒക്കെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്ത് തരുന്ന കമൻസ് ഒക്കെയാണ് ഇടുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് അവരോട് അസൂയൊക്കെ വെക്കുന്നത്? അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചേട്ടനെ എല്ലാവരും ഇഷ്ടപ്പെടണം. കാരണം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ചേട്ടൻ മോശമാണെന്നാരും പറഞ്ഞില്ലല്ലോ. ചേട്ടൻ നല്ല ആളാണെന്നല്ലേ പറഞ്ഞേ. പൊതുവെയൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ മാരേജൊക്കെ കഴിച്ചു വരുമ്പം എല്ലാവരും പറയും
ആ ഇത് ഒരു മാസത്തേക്ക്, ഒരു കൊല്ലമൊന്നും ഇത് അധികം നാളൊന്നും പോകത്തില്ല, പെട്ടെന്ന് തന്നെ തല്ലി പിരിഞ്ഞ് പൊക്കോളും. ഇതൊന്നും അധികം നാൾ പോകത്തില്ല. അത് സോഷ്യൽ മീഡിയ മാത്രമല്ല, നമ്മൾ അറിയുന്നവർ വരെ പറയുമായിരിക്കും. പക്ഷെ ഞങ്ങൾ വിജയകരമായി ഇടിയുണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ 2 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. പൂർത്തീകരിച്ചിട്ടില്ല, ഒക്ടോബർ 24 വരണം. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് വർത്താനം പറഞ്ഞത് ജൂലൈ 21 തീയതി ആയിരുന്നു. ഓർക്കുന്നുണ്ടോ പോലും? അതിങ്ങനെ വരാൻ പോവാണ്. ഞാൻ ചേട്ടന് ഫേസ് ടു ഫേസ് കണ്ട് സംസാരിച്ചത് ഞാൻ ഡേറ്റ് ഓർക്കാറില്ല. 2024 ജൂലൈ 21. അതെയോ? ഫേസ് ടു ഫേസ് ഞങ്ങൾ സംസാരിച്ചത് ഇവിടെ വെച്ച്. അങ്ങനെ സംസാരിച്ച് നമ്മൾ ഓഗസ്റ്റ് 21 നമ്മൾ കൊണ്ടുപോയിട്ട് രജിസ്റ്റർ മാരേജിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കല്യാണം കഴിച്ചു. പിന്നെ നമ്മൾ കല്യാണം വീണ്ടും കഴിച്ചു, പിന്നെയും കല്യാണം കഴിച്ചു. കാലം പോയൊരു പോക്കേ 2 കൊല്ലാവാൻ പോവാണ്. 2 കൊല്ലാകാൻ പോവുകയാണ് സുഹൃത്തെ. ആ പിന്നെ ഞാൻ ചേട്ടനെ നാട്ടിലേക്കൂടെ കൊണ്ടു തല്ലാൻ പറ്റുമോ? എന്താ എന്നെ കുറിച്ച് തോന്നുന്നേ? എനിക്ക് കൊച്ചിനെ പറ്റി ഒന്നും പറയാനില്ല. എല്ലാം 100% സത്യായിട്ടോ? പിന്നെ സത്യം 100 ആർക്കും വിജയിക്കാൻ പറ്റില്ല. 99, 98, 97. ഇതിപ്പോ പറഞ്ഞു പറയിപ്പിക്കൂ. ഞാൻ കൊഞ്ചും അതൊക്കെ ആൾക്കാരൊക്കെ പറയും കേട്ടോ. എനിക്ക് നിങ്ങളുടെ മുമ്പിലും ചേട്ടൻ്റെ മുമ്പിലും ചേട്ടനോട് ഞാൻ സംസാരിക്കുന്ന, വീട്ടിൽ എങ്ങനെ സംസാരിക്കുന്ന അതേ രീതി, അല്ലാതെ ഞാൻ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഹായ് ഡിയേഴ്സ് ചേട്ടാ അതിങ്ങെടുത്തോളൂ, അത് തന്നോളൂ, പറഞ്ഞോളൂ, ഇങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല. ഞാൻ എങ്ങനെ സംസാരിക്കുന്നു അങ്ങനെയല്ലെന്ന് എൻ്റെ രീതി ഇങ്ങനെയാണ്. അത് അങ്ങനെയാണ് ഞാൻ. അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടി ആർട്ടിഫിഷ്യൽ ആകാനൊന്നും എന്നെ കൊണ്ട് വയ്യ. ബിന്ദു സ്ട്രീംസ് ഒരിക്കലും ആർട്ടിഫിഷ്യൽ അല്ല. എന്ത് നിങ്ങൾ കാണുന്നോ, എന്താണോ നിങ്ങൾ കാണുന്നത് അതാണ് ഞങ്ങൾ. അല്ലാതെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ അഭിനയിക്കുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിച്ചൊന്നും നമുക്ക് ഇത്ര വർഷമൊന്നും നിൽക്കാനും പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ 30 മിനിറ്റിൻ്റെ 35 മിനിറ്റിൻ്റെ 40 മിനിറ്റിൻ്റെ ഒക്കെ ലോങ് വീഡിയോ ഉണ്ട്. അങ്ങനെ നമുക്ക് അഭിനയിച്ച് സംസാരത്തിലൊന്നും അഭിനയിച്ച് നിൽക്കാനോ അല്ലെങ്കിൽ വലിയ ഭാഷണബിളായിട്ട് ഇങ്ങനെ സംസാരിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. നമ്മുടെ വീഡിയോ കാണുന്നവർ സാധാരണക്കാരാണ്. അവരോട് ഞാൻ നിങ്ങളോട് സംസാരിക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്ന് സംസാരിക്കും, നിങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നത് പോലെയാണ് എൻ്റെ സംസാര രീതി. നമ്മളെ ഫ്രണ്ട്സാണ്, നമ്മൾ എന്നെ മോളെപ്പോലെ കാണുന്നവരും അല്ലെങ്കിൽ ചേച്ചിയെപ്പോലെ കാണുന്നവരും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗമാണ്. ബിന്ദു സ്ട്രീംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളൊരു കുടുംബമാണ്. നിങ്ങളുടെ വീട്ടിലിരുന്ന് ഞങ്ങളെ കാണുമ്പോൾ ഞാൻ നിങ്ങളുടെ വീട്ടിൽ അതിഥിയായിട്ട് അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പം അതിനകത്ത് ആർട്ടിഫിഷ്യലൊന്നും കൊണ്ടുവരണ്ട. ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിലുള്ള ആർട്ടിഫിഷ്യലായിട്ട് ഒരു കാര്യവും വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ലെന്നേ. ഇതൊക്കെ ആകെ ഒരു ലൈഫേ ഉള്ളൂ. അത് വലിയ സീരിയസ് ആയിട്ടൊക്കെ കളയാനൊന്നും നമുക്കില്ല. നാളെ ഇപ്പം എങ്ങാനും തട്ടിപ്പോയാലും ഇന്ന് നന്നായിട്ട് ജീവിച്ചെന്ന് നമുക്ക് വീഡിയോയിലൂടെ തെളിവായിട്ടിരിക്കുമല്ലോ. അവർ നന്നായിട്ട് ജീവിച്ചു, അവർ വലിയ അഭിനയിക്കാനൊന്നും പോയില്ല. എങ്ങനെയാണോ അങ്ങനെ. ഞാൻ എൻ്റെ വീഡിയോ കൂടുതൽ എഡിറ്റിങ്ങിലേക്കൊന്നും പോകാറില്ല, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കട്ട് ചെയ്തൊന്നും കളയാറൊന്നുമില്ല. അങ്ങനെ കളഞ്ഞിട്ട് തന്നെ കാര്യം. നമ്മുടെ വീട്ടിൽ എന്താണോ അത് നല്ലത് മാത്രം എടുത്ത് കാണിക്കാൻ, അങ്ങനെ വീഡിയോ പിടിക്കാനും എനിക്ക് നന്നായിട്ട് അറിയാം. അത് വേണ്ട. ബിന്ദു സ്ട്രീംസ് എന്താണോ അത് തന്നെയാണ്. അല്ലാതെ വലിയ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ചുമ വരിക, കുത്തി ചുമ വരിക, ഒരു രക്ഷയില്ല. അപ്പം ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കുറച്ച് ചേഞ്ചസ് ഒക്കെ എന്താണെങ്കിലും വരും. ചിലപ്പോൾ നമ്മൾ ഈ വീട്ടിൽ നിന്നും പോകും അല്ലേ. പുതിയതായിട്ടൊരു വീട്ടിലേക്കൊക്കെ വീട് പണിയണം എന്നൊക്കെ ചേട്ടനൊരു ആഗ്രഹമുണ്ട്, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ. ആണോ? അപ്പം അങ്ങനെയൊക്കെയുള്ള ചില പ്ലാനുകളും പദ്ധതികളും ഒക്കെ ചേട്ടൻ്റെ മനസ്സിലും ഉണ്ട്.
നമ്മുടെ കോഴി ഫാമൊന്നും നമുക്കിവിടെ ഇച്ചിരി കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, അവിടെ ഒന്നും നമുക്ക് നടക്കത്തില്ല. നമ്മുടെ സ്ഥലമൊക്കെ ചേട്ടൻ്റെ നാട്ടിലാണ്. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ എവിടെയാണോ അവിടെ ഞാനും കാണും. ഇതും അവിടെ ഉണ്ടോ ഞാനും അവിടെ ഉണ്ട്. അത് ശരി, ഞാനെവിടെ ഉണ്ട് അവിടെ വരും. ആ ഞാനങ്ങനെ വിടാനുള്ള പ്ലാനിങ് ഒന്നുമില്ല, അങ്ങനെയൊക്കെ സൂചിക്കണ്ട. എന്നാ മഴ കുടവിടാ മഴ പെയ്യുക കേട്ടോ. അപ്പം ഞാൻ എന്നാണല്ലോ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞങ്ങൾക്കിവിടെ സുഖമാണൊരു പ്രാണി വന്ന് ഈച്ച. അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. ബൈ.